എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മളുടെ ഏറ്റവും ആദ്യത്തെ വാർത്തയായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ന്യൂക്ലിയർ കേപ്പബിൾ അഗ്നി പി മിസൈൽ ടെസ്റ്റ് ഫയർഡ് എന്ന ഒരു വാർത്തയാണ്. നമ്മളുടെ സിലബസിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ന്യൂക്ലിയർ കേപ്പബിൾ അഗ്നി പി മിസൈൽ എന്ന് പറയുന്നത്. പ്രിലിംസിനും മെയിൻസിനും ഉപയോഗപ്പെടുന്ന ഒന്നാണ് ഈ വാർത്ത. അതുകൊണ്ട് ഇതൊന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന്, the new generation nuclear capable ballistic missile Agni P or Prime has been successfully test fired by Defense Research and Development Organization. അപ്പോൾ എന്താണ് അഗ്നി പി എന്ന് നോക്കാം. അഗ്നി പി ഒരു ന്യൂ ജനറേഷൻ അഡ്വാൻസ്ഡ് വേരിയന്റ് ആയിട്ടുള്ള അഗ്നി ക്ലാസ് മിസൈൽസ് ആണ്. അഗ്നി ക്ലാസ്സിൽ നമുക്കറിയാം 1 മുതൽ 5 വരെയുള്ള വേരിയന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഏതൊക്കെയാണ്, അതിന്റെ റേഞ്ചുകൾ ഏതൊക്കെയാണ് നമുക്ക് വരും സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അഗ്നി പിയുടെ റേഞ്ച് ഏകദേശം 1000 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലേക്കാണ് അഗ്നി പിയുടെ നമുക്ക് റേഞ്ച് കിട്ടുക. ദിസ് മിസൈൽ ഈസ് ഫുള്ളി മെയ്ഡ് അപ്പ് ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. കോമ്പോസിറ്റ്സ് ആർ ലൈറ്റ് വെയ്റ്റ്, have better strength and offer more design and production flexibility over conventional materials. അതായത് നമ്മൾ ഈ അഗ്നി പി മിസൈലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അഗ്നി പിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ അഗ്നി പിയുടെ അല്ലെങ്കിൽ ഈ കോമ്പോസിറ്റ് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കമ്പാരിറ്റീവ്ലി വിത്ത് അതർ മിസൈൽസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കൂടുതൽ സ്ട്രെങ്ത്തും, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഏതാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു അഗ്നി പി മിസൈൽ കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് മാത്രമല്ല, കൂടുതൽ സ്ട്രെങ്ത്തും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ഷൻ ക്വാളിറ്റിയും വളരെ സ്ട്രെങ്ത് കൂടിയ അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടിയിട്ടുള്ളതുമായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അഗ്നി പി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ കാനിറ്ററൈസേഷൻ, in this configuration a missile mated with nuclear warhead is sealed in a canister which is placed atop a rod mobile launcher. നമുക്ക് ഒരു കാനിസ്റ്ററിലാണ് നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ വാർഹെഡുകൾ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈവൻ നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് ന്യൂക്ലിയർ പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോ ഫസ്റ്റ് യൂസേജ് ഉള്ള ഒരു പോളിസിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. നോ ഫസ്റ്റ് യൂസ് എന്ന ഒരു പോളിസിയാണ് നമ്മൾ എവിടെ ഫോളോ ചെയ്യുന്നത്, ഈ ന്യൂക്ലിയർ വാർഹെഡ്സിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ന്യൂക്ലിയർ വാർഹെഡ്സ് ഒരു കാനിസ്റ്ററൈസ് ചെയ്തിട്ടാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുക ഇവിടെ എന്താണ് അറ്റോപ്പ് ഓഫ് റോഡ് ലോഞ്ചർ. Canisterization significantly enhances the mobility of a missile. It is in caniterized configuration. It requires very short preparation time and can be launched at short notice. നമുക്ക് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇത് ഡിപ്ലോയ് ചെയ്യാനും അത് ലോഞ്ച് ചെയ്യാനുമുള്ള ഒരു സാധ്യത നമുക്കിവിടെ ഉണ്ട്. ഏറ്റവും അതായത് തന്നെ കാനിസ്റ്ററൈസ്ഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഡിപ്ലോയ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മറ്റ് റോക്കറ്റുകൾ അല്ലെങ്കിൽ മറ്റ് വാർഹെഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലോഞ്ച് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു അഗ്നി പി അല്ലെങ്കിൽ പ്രൈം എന്ന മിസൈൽ. അതിനകത്ത് നമുക്ക് കാനിസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ന്യൂക്ലിയർ വാർഹെഡ്സ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. കാനിസ്റ്ററൈസ് ഇറ്റ് ഇൻക്രീസസ് ദ റിലയബിലിറ്റി ഓഫ് എ മിസൈൽ ആൻഡ് ഇറ്റ്സ് ഷെൽ ലൈഫ്. ഇതിന്റെ ഷെൽ ലൈഫ് കൂട്ടാനും റിലയബിലിറ്റി കൂടാനും എന്ത് സഹായിക്കുന്നു, കാനിസ്റ്ററൈസേഷൻ സഹായിക്കുന്നു. A canisterized missile can be fired directly from a canister or a cylindrical container containing the missile by elevating it. The canister തന്നെ നേരിട്ട് ലോഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കണ്ടെയ്നറിൽ നിന്ന് ലോഞ്ച് ചെയ്യാനോ സഹായിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ ലോഞ്ചിങ് വെഹിക്കിളിൽ നിന്ന് വരെ എന്ത് ചെയ്യാം, ഈ മിസൈൽ ലോഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ മിസൈലുകൾ എന്ന് പറയുന്നത്. ഒന്ന് പ്രഹാർ എന്നറിയപ്പെടുന്ന മിസൈലാണ്. അത് 150 കിലോമീറ്റർ റേഞ്ചിലാണ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുക. 2 ബ്രഹ്മോസ് ആണ്. ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു മിസൈൽ നിർമ്മാണമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര മോസ്കോ എന്ന 2 വാക്കുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബ്രഹ്മോസ് എന്ന വാക്ക് എടുത്തിരിക്കുന്നത്. ഏകദേശം 300 കിലോമീറ്റർ ആണ് നമ്മളുടെ ലോഞ്ചിങ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്. 3 പൃഥ്വി 2 മിസൈൽ 350 കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് കിട്ടുക എന്നുള്ളതാണ്. 3 അഗ്നി സീരീസിലെ അഗ്നി 1 700 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്, അഗ്നി 1. 5 നിർഭയ് ക്രൂയിസ് മിസൈൽ 800 മുതൽ 800 കിലോമീറ്റർ ആണ് അതിന്റെ നിർഭയുടെ
ലോഞ്ചിങ്സ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്. അഗ്നി 2-ന് 2000 കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അഗ്നി 3 വന്നിട്ട് 200+ കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് കിട്ടുക. അഗ്നി 4 വന്നിട്ട് 3500 കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് കിട്ടുക. അഗ്നി 5 വന്നിട്ട് 5000 കിലോമീറ്റർ. അതിന് IC എന്താണ്, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, IC ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആണ് ഈ നമ്മളുടെ അഗ്നി 5 അല്ലെങ്കിൽ അഗ്നി 5 എന്നറിയപ്പെടുന്ന മിസൈൽ. ഇതിന്റെ ഒരു ഏകദേശം ഒരു റേഞ്ച് ആണ് നമ്മുടെ കാണിച്ചിരിക്കുന്നത്. അഗ്നി 5-ന്റെ റേഞ്ച് ആണ് ഏകദേശം നമ്മൾ റഷ്യയുടെ, യൂറോപ്യൻ യൂണിയനിലും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ ആഫ്രിക്ക വരെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു സർക്കിൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയസ് കിട്ടുന്നുണ്ട്, നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയൊക്കെയുള്ള എവിടെയാണ്, അതിനകത്താണ് നമുക്ക് പറയുന്നത് പ്രഹാറിന്റെ റേഞ്ച് ആണ് 2 P2. ഇതിന്റെ പൃഥ്വിയുടെ റേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പൊ ഓരോന്നിന്റെയും ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഓരോന്നിന്റെ റേഞ്ചുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് ഏതിനാണ്, ഈ ഒരു പൃഥ്വി 5-നാണ്, A5-നാണ്, അല്ലെങ്കിൽ അഗ്നി 5-നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. 5000 കിലോമീറ്റർ ആണ് ഇത് നമുക്ക് നൽകുന്നത്. ഏകദേശം ജപ്പാനും അതുപോലെ തന്നെ എന്താണ് ഈ വെസ്റ്റേൺ ആഫ്രിക്കയും ഒക്കെ നമുക്ക് ഇതിന്റെ റേഞ്ചിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിധിയിൽ വരുന്ന ഒന്നാണ് ഈ അഗ്നി 5 മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. അടുത്ത ഫുക്കുവോക്ക പ്രൈസ്. ദ ഫുക്കുവോക്ക പ്രൈസ് ഈസ് ഫസ്റ്റ് ഗിവൺ. എന്നാണ് ഫുക്കുവോക്ക പ്രൈസ് ആദ്യമായിട്ട് കൊടുത്തത് നോക്കാം. എന്താണ് ഫുക്കുവോക്ക പ്രൈസ് എന്ന് നോക്കാം. It is given annually to distinguished people to foster and increase awareness of Asian culture and to create a broad framework of exchange and mutual learning among Asian people. അതായത് ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഏഷ്യൻ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഒരു ഇന്റർ പീപ്പിൾ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഫുക്കുവോക്ക പ്രൈസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫുക്കുവോക്ക പ്രൈസ് ഇപ്പോൾ ഈ വർഷം കിട്ടിയിരിക്കുന്നത് ജേർണലിസ്റ്റ് P. സായിനാഥിനാണ്. P. സായിനാഥ് ആണ് ഈ വർഷം ഇതിന് അർഹനായിട്ടുള്ള വ്യക്തി. ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് 1990-ലാണ്. ഈ ഫുക്കുവോക്ക പ്രൈസ് ആദ്യമായിട്ട് നമ്മൾ ഗ്രാൻഡ് ചെയ്ത് തുടങ്ങിയത്. Sainath will receive a grand prize of Fukuoka Prize, the other 2 categories being academic prize and prize for art and culture. This was established in the year 1990. 11 Indians have received the Fukuoka Prize so far. ഇതുവരെ 11 ഇന്ത്യക്കാരാണ് ഇതിന് ഫുക്കുവോക്ക പ്രൈസിന് അർഹനായിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഒരു മൊമെന്റോ എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ്, അതിന്റെ പോയിന്റ് ആണ് ഓപ്പറേഷൻ സീ ബ്രീസ് എന്നൊരു വാർത്ത നമ്മൾ ഇന്ന് കണ്ടായിരുന്നു. അപ്പം സീ ബ്രീസിനകത്ത് പ്രധാനപ്പെട്ട കാര്യം US-ഉം ഇതിനകത്ത് പാർട്ടിയാകുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ മുമ്പ് ഇത് എവിടെയാണ് നടക്കുന്നത് നോക്കാം. ഇത് ബ്ലാക്ക് സീയിലാണ് നടത്തുന്നത്. ബ്ലാക്ക് സീ എന്ന് പറയുന്നത് എവിടെയാണ്? തുർക്കിയുടെയും ജോർജിയ, റഷ്യ, യുക്രൈൻ, റൊമാനിയ, ബൾഗേറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു തടാകമാണ് ബ്ലാക്ക് സീ എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് സീ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പ്രിലിംസിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ സാധ്യതയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. 1 യുക്രൈൻ, 2 റഷ്യ, 2 ജോർജിയ, 3 ജോർജിയ, തുർക്കി, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്ലാക്ക് സീക്ക് ചുറ്റുമുള്ളത്. ഇവിടെ ഒരു സീ ഓഫ് അസോവ് ഉണ്ട്. സീ ഓഫ് അസോവ് എന്താണെന്ന് നോക്കുക. ഇതൊന്ന് ഓർത്ത് വെക്കുക. സീ ഓഫ് അസോവിൽ നിന്ന് വേണമെങ്കിൽ ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സീ ഓഫ് അസോവിന് നമുക്ക് ഉക്രൈൻ ഉണ്ട്, റഷ്യ ഉണ്ട്, ക്രിമിയ ഉണ്ട്. ക്രിമിയ ഇപ്പോൾ ആരുടെ ഭാഗമാണ്? ഇതൊക്കെയും എന്താണ്? ഇതൊക്കെ ഒരു പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് സീ എന്താണെന്ന് നോക്കാം. ഓപ്പറേഷൻ ബ്ലാക്ക് സീ എക്സസൈസ് സീ ബ്രീസ് ഹാസ് ബീൻ ഹെൽഡ് സിൻസ് 1997. 1997 മുതലാണ് നമ്മൾ ഓപ്പറേഷൻ സീ ബ്രീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇൻവോൾവിംഗ് NATO states and their allies in Black Sea region. Black Sea region നേറ്റോയുടെയും അവരുടെ സഖ്യകക്ഷികളും ചേർന്നിട്ടാണ് എവിടെ നടത്തുന്നത്? ഈ ബ്ലാക്ക് സീയിലെ ഓപ്പറേഷൻ നടത്തുന്നത്. എന്ത് ഓപ്പറേഷൻ? ഓപ്പറേഷൻ സീ ബ്രീസ്. It has taken place 21 times since 1997. This edition will be largest in exercise history. That will involve about 5,000 military personnel from more than 30 countries. 30 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 5000-ലധികം മിലിറ്ററി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മിലിറ്ററി പേഴ്സണൽസ് ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മെഗാ മാസ് ഇന്റർനാഷണൽ മിലിറ്ററി ഓപ്പറേഷൻ ആണ് സീ ബ്രീസ് എന്ന് പറയുന്നത് ഈ വർഷം. The drill is aimed at improving naval and land operation.
and improving cooperation among participating countries. The exercise is also aimed at sending a powerful message to maintain stability and peace in the region. എന്താണ് ബ്ലാക്ക് സീ എന്ന് നോക്കാം. The marginal sea of Atlantic Ocean located between Eastern Europe and Western Asia. The bordering countries of Black Sea: Russia, Ukraine, Georgia, Turkey, Bulgaria, and Romania. The Black Sea happens to be the largest water body with a meromictic basin, which means the movement of water between the lower and upper layers of sea is rare phenomena, which is responsible for anoxic water. It is significant absence of oxygen in the water. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് അല്ലെങ്കിൽ വ്യത്യാസം. അനോക്സിക് വാട്ടർ എന്നാണ്. അനോക്സിക് വാട്ടർ ആണ് ബ്ലാക്ക് സീയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിലിംസിലേക്ക് വന്നാണ് ബെയ്ഹട്ടൺ ഡാം എന്ന് പറയുന്നത്. ഇതും പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ദ വേൾഡ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ആൻഡ് ഈസ് ലൊക്കേറ്റഡ് സൗത്ത് വെസ്റ്റേൺ ചൈന. സൗത്ത് വെസ്റ്റേൺ ചൈനയിലെ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റേൺ ചൈനയിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് ബെയ്ഹട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് സൗത്ത് വെസ്റ്റേൺ ചൈനയിലെ ഏറ്റവും ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ബെയ്ഹട്ടൺ ഡാം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് 3 ഗോർജസ് ഡാം ആണ് ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിലാണ് ഈ 3 ഗോർജസ് ഡാം ഉള്ളത്. 3 ഗോർജസ് ഡാം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നത്. അതിനുശേഷമുള്ള രണ്ടാമത്തെയാണ് ബെയ്ഹട്ടൺ ഡാം. അത് എവിടെയാണ്? സൗത്ത് വെസ്റ്റേൺ ചൈനയിലാണ് ഇതുള്ളത്. ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ ജെൻഷ റിവർ, എ ട്രിബ്യൂട്ടറി ഓഫ് യാങ്സെ. യാങ്സെ റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആയ ജിൻഷ റിവറിലാണ് ഈ ബെയ്ഹട്ടൺ ഡാം നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ചൈനീസ് എഫോർട്ട് ടു കർബ് സർജിംഗ് fossil fuel demand by building more hydropower capacity, despite dam having fallen out of favor in other countries due to environmental compliance. Even though China fossil fuel ne contain cheyanulla oru initiative aayittannu Beyhattan dam konduvanirikkunnathu. ഒന്ന്, with the reference of Attorney General of India, which of the following statement is or are correct? കാരണം നമ്മൾ അറിയാം KK വേണുഗോപാലിന്റെ ഒരു വർഷം കൂടെ ടെന്യൂർ കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം നമ്മളിപ്പോൾ കാണുന്നത്. The term of AG is not fixed by the constitution. AG is barred from private legal practices. AGയുടെ ടേം ഫിക്സ് ചെയ്തിട്ടില്ല, ശരിയാണ്. AGക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റോർണി ജനറൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസും എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അദ്ദേഹത്തെ ഡീബാർ ചെയ്തിട്ടൊന്നുമില്ല പ്രൈവറ്റ് പ്രാക്ടീസിൽ നിന്ന്. അപ്പോൾ ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The Attorney General of India is the first law officer of Government of India. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഇന്ത്യയിലുള്ള മറ്റ് ഏതൊരു കോടതികളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാനുള്ള അധികാരമാർക്കാണ് അറ്റോർണി ജനറൽക്കാണുള്ളത്. The tenure of AG is not fixed by the constitution. അത് ശരിയാണ്. നമ്മൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ നോക്കിയതായിരുന്നു. The Attorney General is appointed by the President and he holds office during the pleasure of the President. രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പുറത്താക്കേണ്ടതും അദ്ദേഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്കാണ് അദ്ദേഹം റെസിഗ്നേഷൻ കൊടുക്കേണ്ടതും. The Attorney General represents the government but is allowed to take up private practice provided the other party is not the state. Which അതായത് സംസ്ഥാനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗമല്ലാത്ത ഗവൺമെന്റിനെതിരെയുള്ള കേസുകളല്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പാർട്ടികൾക്കുള്ള ഒരു കേസ് ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ക്രിമിനൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും അദ്ദേഹത്തിന് അറ്റോർണി ജനറൽക്ക് കേസുകൾക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈവൻ ദോ അദ്ദേഹത്തിനും സ്റ്റേറ്റിന്റെ അനുവാദത്തോടുകൂടി മറ്റു കേസുകൾക്കും അനുവാദം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അറ്റോർണി ജനറൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതെന്തിനാണ്? ഇറ്റ് ഷുഡ് നോട്ട് ദ കേസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. Which of the following statement is about exercise Sea Breeze is or are correct? It brings South China Sea nations and US allies together to train and operate in the pursuit of building increased capability. South China Sea അല്ല, ഇത് എവിടെയാണ് നടക്കുന്നത്? ബ്ലാക്ക് സീയിലാണ് നടത്തുന്നത്. It will be an annual exercise beginning from 2021 as it marks the centenary celebration of the Communist Party of India. അല്ല, ഇത് ബ്ലാക്ക് സീയിലാണ് നടക്കുന്നത്. 2021 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ബോത്ത് A and B are incorrect. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നമ്മൾ ഇന്ന് കണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക, നന്നായിട്ട് നോട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.